ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അന്ന് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നില്ല അടീനിയം. അതിനൊക്കെ ഇതാൻ്റെ മുളകൾ വരുന്നുണ്ട്. പക്ഷേ നല്ല മഴയാണ്, എന്താവുന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം ചിലപ്പോൾ അഴുകി പോകാനും സാധ്യതയുണ്ട്. പക്ഷേ സാഫ് ഭയങ്കര യൂസ്ഫുള്ളൊരു സാധനമാണ് കേട്ടോ അടീനിയത്തിനൊക്കെ. അടീനിയമിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് സാഫിൽ മുക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെടികളും അഴുകി പോയിട്ടില്ല ഇതുവരെയും. ഇത്രയും വലിയ മഴയായിട്ട് വെളിയിലാണ് വെച്ചേക്കുന്നത്. മഴയത്ത് തന്നെ എല്ലാത്തിലും മുള വന്നിട്ടുണ്ടേ. നോക്കിക്കോളൂ, എല്ലാ ചെടികളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളച്ച് വരണുണ്ട്. പലതിനും ഗ്രോത്ത് പല വകയ്ക്കാണ്. ചിലത് പെട്ടെന്ന് തന്നെ മുളച്ച് ഇലകൾ പൊട്ടിയിട്ടുണ്ട്, എന്നാൽ ചിലതിന് ഇലകൾ വന്നിട്ടില്ല, പിന്നെ മുളകൾ പൊട്ടുന്നേ ഉള്ളൂ. കണ്ടോ, വളരെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടേ. പിന്നെ ഇതൊന്നും ഞാൻ പ്രൂൺ ചെയ്തിരുന്നില്ല, കാരണം അതിനൊക്കെ അന്നേരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഇതാ പൂക്കൾ വരുന്നുണ്ട്. പുതുതായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നതാണ്, അതിങ്ങനെ പൂക്കളുടെ ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ചട്ടിയിൽ ചിലപ്പോൾ ഞാൻ പൊന്നാങ്കണ്ണി ചീരകളൊക്കെ ഇട്ട് വയ്ക്കും. കാരണം പൊന്നാങ്കണ്ണി ചീര ഇതൊഴിഞ്ഞല്ലേ ചട്ടിയിൽ അടീനിയം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സാധനങ്ങളുള്ളൂ. പൂക്കാത്ത സമയത്ത് ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇങ്ങനെ ഉപയോഗത്തിനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ അടീനിയത്തിൻ്റെ വിശേഷം. വേറെ ഒരു സൂപ്പർ വിശേഷമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ട് സക്സസ് ആവാത്തൊരു കാര്യമാണ് അടീനിയത്തിൻ്റെ കമ്പ് മുളപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇതാ നോക്കൂ, എൻ്റെ ഈ ചട്ടിയിൽ നിറയെ കമ്പ് മുളച്ച് നിൽപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ചെടികൾ മുറിച്ച് കളയുന്നതിനോട് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് നട്ടിട്ട് ഇതെന്തായാലും പ്രൂൺ ചെയ്തില്ലെങ്കിൽ അടീനിയത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാവില്ല, ശിഖരങ്ങൾ പൊട്ടില്ല, പൂക്കൾ കുറവാകും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് വെട്ടിക്കളഞ്ഞതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട്, ഇതിൽ വളമൊന്നും ഇല്ലാത്ത ഗാർഡൻ സോയിലാണ് ഇട്ടേക്കുന്നത്. വളമൊന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ റീപോർട്ട് ചെയ്ത ഇത് മണ്ണുകൾ ഉണക്കി വെക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഇരുന്നതിനകത്ത് ഈ ഒരു പാത്രത്തിൽ മണ്ണെടുത്തിട്ട്, ഇത് നമ്മുടെ ഒരു ബോൺസായി പോട്ടാണ്. ഇതിനകത്ത് മണ്ണെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇത് അടിയിലും മുകൾ ഭാഗത്തും ഇതിനൊക്കെ സാഫിൻ്റെ പാടുണ്ട്. അപ്പോൾ സാഫ് ഇട്ടിട്ട് അടിഭാഗത്തും സാഫ് ഞാൻ പുരട്ടി കൊടുത്തിരുന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ട് ചുമ്മാ കുത്തി. അപ്പോൾ എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇത് കിട്ടുമെന്നൊന്നും. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിൽക്കണം. എന്തെങ്കിലും ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതിനെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 2 ദിവസമൊന്നും നോക്കിയില്ല. പിന്നെ ദിവസം വന്ന് നോക്കിയപ്പോൾ മുളകൾ ഇങ്ങനെ പൊട്ടിയതാ കണ്ടോ, കമ്പുകളിലെല്ലാം മുളകൾ. പക്ഷേ ഒരെണ്ണം അഴുകിപ്പോയി, ഇതായി നിൽക്കുന്നത്. നമുക്ക് കണ്ടാൽ അഴുകിയൊന്നും തോന്നില്ല, പക്ഷേ എടുത്ത് നോക്കുമ്പോഴാണ് അത് അഴുകിപ്പോയത് നമുക്കറിയാൻ പറ്റുന്നത്. ഇത് പോയി. പിന്നെ ഒരെണ്ണം ഇല ഇത് ഞാനൊന്ന് പുഴു നോക്കിയായിരുന്നു കേട്ടോ, കൊണ്ട് നട്ടിട്ട് വേര് വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാം. എന്താ ഇതൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും ഗ്രോത്ത് കുറവായിട്ട് നിൽപ്പുണ്ട്, ബാക്കിയൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് സാഫ് ഇട്ടോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്.